ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 11th നവംബർ 2020 ഇൻട്രാഡേ ട്രേഡേഴ്സിൻ്റെ ട്രേഡ് സെറ്റപ്പിന് ആവശ്യമായിട്ടുള്ള നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഓപ്ഷൻ ചെയിൻ അനാലിസിസ്, ചാർട്ട് അനാലിസിസ്, കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സ്, ഇവ കൂടാതെ നാളത്തെ ട്രേഡിംഗ് സെഷന് സഹായകമാകുന്ന ചില മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് എന്നിവയാണ് ഇന്നത്തെ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. 11th നവംബർ 2020 നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കിടക്കാം. നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിന് വേണ്ടി നമ്മൾ 1 ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ, അതായത് 10th നവംബർ 2020 ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അതോടൊപ്പം തന്നെ നിഫ്റ്റി അതിൻ്റെ ലൈഫ് ടൈം ഹൈയിൽ ടച്ച് ചെയ്തു. നിഫ്റ്റിയുടെ ലൈഫ് ടൈം ഹൈ ആയിട്ട് 12,643 ലെവലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നിഫ്റ്റിയിൽ വലിയ ഒരു കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയത്. ഇന്നത്തെ ഹൈക്കിന് പിന്നിലെ പ്രധാനപ്പെട്ട റീസൺസ് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ റീസൺ അൺസർട്ടനിറ്റി ഓവർ ദ US ഇലക്ഷൻ ഈസ് ക്ലിയർഡ്. അതായത് US ഇലക്ഷൻ്റെ മുകളിലുണ്ടായിരുന്ന അൺസർട്ടനിറ്റി ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ COVID-19 എഗനിസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്സിനിൽ നമ്മൾ ഒരുപാട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 90% എഫക്റ്റീവ്നെസ് ഉള്ള വാക്സിനുകൾ മാർക്കറ്റിൽ പ്രൊഡക്ഷൻ തുടങ്ങാറായി. അതുപോലെ തന്നെ ഇന്ത്യയിലെ കോവിഡ് കേസിൽ ഉണ്ടായിട്ടുള്ള ഡിക്ലൈനും, ഈ 3 റീസൺസും കൂടാതെ ഫെസ്റ്റിവൽ റീസണിൽ ആൾവേസ് ഉണ്ടാകാവുന്ന ഒരു നിഫ്റ്റിയുടെ ഒരു ഹൈ ട്രെൻഡും അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഒരു ഹൈ മൊമെൻറ്റവും, ഈ റീസണുകളെയാണ് പ്രധാനമായും ഇന്നത്തെ മാർക്കറ്റ് ഹൈക്കിൻ്റെ പിന്നിലെ റീസണായി കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ ക്യൂസ് നോക്കുകയാണെങ്കിലും, അതായത് ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം ഇന്നലത്തെ ദിവസം വളരെ നന്നായി പെർഫോം ചെയ്തിരുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾക്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ ദിവസം കാണാൻ സാധിച്ചു. ഇനി നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 12,650 അല്ലെങ്കിൽ 12,700 മുകളിൽ വരുന്ന ദിവസങ്ങളിലും ക്ലോസിംഗ് ബേസിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി 13,000 എന്ന ടാർഗറ്റിൽ അറ്റൈൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ നിഫ്റ്റി 12,100 എന്ന ലെവലിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ, എപ്പോൾ വരെ നിഫ്റ്റി 12,100 എന്ന ലെവലിന് മുകളിൽ നിൽക്കുന്നു അപ്പോൾ വരെ നിഫ്റ്റിയിൽ നമ്മൾക്ക് നല്ല ഒരു പോസിറ്റീവ് മൊമെൻറ്റം ആണെന്ന് കൂടി പറയാം. ഇനി നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ, അതായത് നിഫ്റ്റിയിൽ ഇനി 12,700 എന്ന് പറയുന്ന നെക്സ്റ്റ് വാല്യൂവിൽ ഒരു കറക്ഷൻസ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ വന്നാൽ കൂടിയും നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് 12,300 ലെവലാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ, അതായത് 10th നവംബർ 2020 ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് കാണാൻ സാധിച്ചതെന്ന് നോക്കാം. നിഫ്റ്റി 12,556 എന്ന ലെവലിലായിരുന്നു ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ഇൻട്രാഡേ ഹൈ 12,643, ഇൻട്രാഡേ ലോ 12,435 എന്നതിൽ ടച്ച് ചെയ്തതിന് ശേഷം നിഫ്റ്റി 12,631 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തത്. ഇനി നമ്മൾക്ക് വരുന്ന ദിവസങ്ങളിൽ, അതായത് നാളത്തെ ട്രേഡിംഗ് സെഷൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കാം. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റിയുടെ ഫസ്റ്റ് സപ്പോർട്ടായിട്ട് വരുന്നത് 12,600 ലെവലാണ്. 12,600 എന്ന സപ്പോർട്ട് ബ്രീച്ച് ആവുകയാണെങ്കിൽ സെക്കൻഡ് സപ്പോർട്ടായിട്ട് 12,550 ലെവലും അതിനുശേഷം 12,500 ലെവലും ആയിരിക്കും മൂന്നാമത്തെ സപ്പോർട്ട് വരുന്നത്. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് 12,650 ലെവലാണ്. സെക്കൻഡ് റെസിസ്റ്റൻസ് 12,750 ലെവലാണ്. നമ്മൾക്കറിയാം നിഫ്റ്റി ആൾറെഡി ഓവർബോട്ട് സോണിലാണ്. ഓവർബോട്ട് സോണിൽ മാർക്കറ്റ്, അതോടൊപ്പം തന്നെ മാർക്കറ്റ് അതിൻ്റെ ലൈഫ് ടൈം ഹൈയിലും നിൽക്കുകയാണ്. ഈ സമയത്ത് കറക്ഷൻസ് ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ ടൈം ടു ടൈം പ്രോഫിറ്റും ബുക്ക് ചെയ്യേണ്ടതാണ്. അതായത് നിഫ്റ്റി ഇത്രയും ഒരു ഹയർ വാല്യൂസ് നിൽക്കുമ്പോൾ നമ്മൾക്ക് ഇനിയും അപ്പർ ട്രേഡ് എടുത്ത് നമ്മളുടെ ഉള്ള പ്രോഫിറ്റ് ലോസ് ആക്കാതെ ടൈം ടു ടൈം പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത് കൂടി നമ്മൾ ചെയ്യണം. ഇനി നമ്മൾക്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ ഭാഗമായിട്ടുള്ള കോൾ സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ, കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് അറൗണ്ട് 13,000 ലെവലിലാണ്. 13,000 ലെവലിൽ 22 lakhs കോൺട്രാക്റ്റുകളാണ് റേറ്റ് ആയിരിക്കുന്നത്. സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 12,600 ലെവലിലായിരുന്നു. 12,600 ലെവലിൽ അറൗണ്ട് 19 lakh കോൺട്രാക്റ്റുകളായിരുന്നു റേറ്റ് ആയിരുന്നത്. എന്നാൽ നമ്മൾക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഈ റേറ്റ് ആയിരിക്കുന്ന കോൺട്രാക്റ്റുകളുടെ ഒരു എക്സിറ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അതായത്
12,500 ലെവലിൽ അറൗണ്ട് 8,50,000 കോൺട്രാക്റ്റുകളുടെ എക്സിറ്റും അതുപോലെ തന്നെ 12,700 ലെവലിൽ അറൗണ്ട് 7 lakh കോൺട്രാക്റ്റുകളുടെ എക്സിറ്റുമാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിഫ്റ്റി വരുന്ന ദിവസങ്ങളിൽ 13,000 എന്ന ലെവലിലേക്ക് അഡ്വാൻസ് ചെയ്യാനുള്ള ഒരു ബിൽഡപ്പ് ഫോം ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നതും 13,200 ലെവലിലാണ്. അറൗണ്ട് 8,15,000 കോൺട്രാക്റ്റുകളാണ് ഈ ലെവലിൽ റേറ്റ് ആയിരിക്കുന്നത്. ഇനി പുട്ട് സൈഡിലെ ഡേറ്റ പരിശോധിക്കാം. പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് അറൗണ്ട് 12,000 ലെവലിലാണ്. 32 lakhs കോൺട്രാക്റ്റുകളാണ് നമ്മൾക്ക് 12,000 ലെവലിൽ കാണാൻ സാധിക്കുന്നത്. സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 12,500 ലെവലിലാണ്. 12,500 ലെവലിൽ അറൗണ്ട് 29 lakh കോൺട്രാക്റ്റുകളാണ് റേറ്റ് ആയിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ റേറ്റ് ആയിരിക്കുന്നത് 12,000 ലെവലിലാണ്. അതായത് ഓപ്ഷൻ ചെയിൻ അനാലിസിസ് വഴി നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് ഒന്നാമത്തെ സപ്പോർട്ട് 12,500, അതിനുശേഷം വരുന്ന സപ്പോർട്ട് 12,000 ആണ്. ഇനി റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ രണ്ട് റെസിസ്റ്റൻസുകളാണ് നിഫ്റ്റിയിൽ കാണുന്നത്. ആദ്യത്തെ റെസിസ്റ്റൻസ് 13,000 ക്രോസ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് 13,200 വരുന്നത്. ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ എക്സ്പയറി 12 നവംബർ 2020 ആണ്. 11 നവംബർ 2020 ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കിടക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ 1 day ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റം ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അതുപോലെ തന്നെ പ്രീവിയസ് ഈ നവംബർ മാസത്തെ എല്ലാ ക്യാൻഡിലുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ് ട്രെൻഡ് ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നിഫ്റ്റി വളരെ നന്നായി പെർഫോം ചെയ്യുന്നു, അതുപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും. ബാങ്ക് നിഫ്റ്റി അതിൻ്റെ 200 day എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജിനെയും അതുപോലെ തന്നെ 20 day എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജിനെയും ബ്രീച്ച് ചെയ്തു ശേഷം നല്ല ഒരു അപ് ട്രെൻഡാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ബാങ്കിങ് സെക്ടർ സ്റ്റോക്കുകളിലും NBFC സ്റ്റോക്കുകളിലും നല്ല ഒരു ഹൈക്ക് നമ്മൾക്ക് കാണാൻ സാധിച്ചായിരുന്നു. കൂടാതെ ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 28,039 എന്ന ലെവലിലായിരുന്നു ഓപ്പൺ ചെയ്തത്. ശേഷം ഇൻട്രാഡേ ഹൈ 28,802 ഇൻട്രാഡേ ലോ 27,916 ടച്ച് ചെയ്തതിന് ശേഷം ബാങ്ക് നിഫ്റ്റി 28,606 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തത്. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷൻ, അതായത് 11 നവംബർ 2020 ട്രേഡിംഗ് സെഷൻ ആവശ്യമായ ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടുകൾ നോക്കാം. ഒന്നാമത്തെ സപ്പോർട്ട് 28,550 എന്ന ലെവലിലാണ് ഫസ്റ്റ് സപ്പോർട്ട് വരിക. അതിനുശേഷം സെക്കൻഡ് സപ്പോർട്ടായിട്ട് വരുന്നത് 28,150 ലെവലാണ്. തേർഡ് സപ്പോർട്ടായിട്ട് 27,850 ലെവലാണ് ബാങ്ക് നിഫ്റ്റിയുടെ തേർഡ് സപ്പോർട്ടായിട്ട് വരിക. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് 28,850യും സെക്കൻഡ് റെസിസ്റ്റൻസ് 29,050യും തേർഡ് റെസിസ്റ്റൻസ് 29,200 ആണ് നാളത്തെ ട്രേഡിംഗ് സെഷന് കൺസിഡർ ചെയ്യാവുന്ന ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസുകൾ. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് കിടക്കാം. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 12 നവംബർ 2020 എന്ന എക്സ്പയറി ഡേറ്റിലാണ്. അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ ഭാഗമായിട്ടുള്ള കോൾ സൈഡിലെ ഡേറ്റ നോക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് അറൗണ്ട് 29,000 ലെവലിലാണ്. 29,000 ലെവലിൽ അറൗണ്ട് 9,37,000 കോൺട്രാക്റ്റുകളാണ് റേറ്റ് ആയിരിക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 29,500 ലെവലിലാണ്. അറൗണ്ട് 6,82,000 കോൺട്രാക്റ്റുകളാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നതും 29,000 ലെവലിൽ തന്നെയാണ്. അറൗണ്ട് 4,71,000 കോൺട്രാക്റ്റുകളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഇന്നത്തെ ദിവസം ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവും ബാങ്ക് നിഫ്റ്റി ഏകദേശം 1000 പോയിൻറ്റോളം ഹൈക്കായിട്ടുണ്ട്. കൂടാതെ ഇനി പുട്ട് സൈഡിലെ ഡേറ്റ പരിശോധിക്കാം. പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 28,000 ലെവലിലാണ്. 28,000 ലെവലിൽ അറൗണ്ട് 10 lakh കോൺട്രാക്റ്റുകളാണ് റേറ്റ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നതും 28,000 ലെവലിലാണ്. അറൗണ്ട് 8,88,000 കോൺട്രാക്റ്റുകളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസ് നോക്കുകയാണെങ്കിൽ സപ്പോർട്ടായിട്ട് 28,000 ആണ് ഫസ്റ്റ് സപ്പോർട്ട്. ആ സപ്പോർട്ട് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് 27,000 എന്ന സപ്പോർട്ട് കാണാം. അതുപോലെ തന്നെ പുട്ട് സൈഡിലെ ഡേറ്റ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 29,000 ഫസ്റ്റ് റെസിസ്റ്റൻസും സെക്കൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് 29,500 നമ്മൾക്ക് ഓപ്ഷൻ ചെയിൻ അനാലിസിസിൽ നിന്നും കൺസിഡർ ചെയ്യാവുന്നതാണ്. 10 നവംബർ 2020 ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. 10 നവംബർ 2020
ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 14,188 കോടി രൂപയുടെ ബൈയിങ്ങും 8,561 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 5,627 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 6,626 കോടി രൂപയുടെ ബൈയിങ്ങും 8,935 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 2,309 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയതെന്ന് മനസ്സിലാക്കാം. രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും കൂടി വാല്യൂ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ 10 നവംബർ 2020 ഒരു നെറ്റ് ബൈയിങ് ആണ് നടന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾക്ക് നാളത്തെ ട്രേഡിംഗ് സെഷന് സഹായകമാകുന്ന ചില മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസുകൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ന്യൂസ്, എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് EIL എന്ന കമ്പനി ബൈബാക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 12 നവംബർ 2020 ഇതിൻ്റെ ബൈബാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നമ്മൾക്ക് കിട്ടും. മാർക്കറ്റിൽ ഇപ്പോൾ നടക്കുന്ന IPO ആയ ഗ്ലാൻഡ് ഫാർമ IPO അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആണെന്ന് പറയാം. അതായത് ഓൺലി 21% സബ്സ്ക്രിപ്ഷൻ മാത്രമേ ഇന്നത്തെ ദിവസം നടന്നിരുന്നുള്ളൂ. ഇനി Q2 റിസൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ന്യൂസുകൾ നോക്കാം. മിൻഡ ഇൻഡസ്ട്രീസിൻ്റെ Q2 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 60% ഇൻക്രീസായി. കൂടാതെ റവന്യൂ നോക്കുകയാണെങ്കിൽ റവന്യൂ 8% ഇൻക്രീസായി. അഗ്രികൾച്ചർ സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കായ കാവേരി സീഡ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ 75%ഓളം പ്രോഫിറ്റിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. കൂടാതെ റവന്യൂ 9%ഓളം വർദ്ധിച്ചിട്ടുണ്ട്. ഇതിൽ കമ്പനി 4 രൂപ പെർ ഷെയർ എന്ന രീതിയിൽ ഇൻട്രിം ഡിവിഡൻഡ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. PSU സ്റ്റോക്കായ ഗെയിലിൻ്റെ Q2 റിസൾട്ടിൽ 16%ഓളം നെറ്റ് പ്രോഫിറ്റിൽ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഒരു ഫണ്ട് റൈസിംഗ് ഏകദേശം 10,000 കോടി രൂപയോളമുള്ള ഒരു ഫണ്ട് റൈസിംഗ് പ്ലാൻ കൂടി ഗെയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ മറ്റൊരു ന്യൂസ്, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതുപോലെ ഫൈസർ എന്ന കമ്പനിയുടെ സ്റ്റോക്ക് ഏകദേശം 20%ഓളം അപ്പർ സർക്യൂട്ടിലെത്തിയതിനുള്ള പ്രധാനപ്പെട്ട റീസൺ ഇന്നലത്തെ വീഡിയോയിലും നമ്മൾ കവർ ചെയ്തതാണ്. റീസൺ ഇതായിരുന്നു, COVID-19 എഗൻസ്റ്റ് ആയിട്ട് ഫൈസർ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്തു. ആ വാക്സിൻ്റെ ക്ലിനിക്കൽ ട്രയലിൽ അത് ഏകദേശം 90%ഓളം എഫക്റ്റീവ്നെസ് കാണിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ അല്ലെങ്കിൽ നാളത്തെ ട്രേഡിംഗ് സെഷന് സഹായകമാകുന്ന ചില പ്രധാനപ്പെട്ട ന്യൂസുകൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.